നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്തെ ടാറിംഗ് മാലിന്യ കൂമ്പാരത്തിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം തിരൂർ പുഴക്കുന്നത്ത് അഭിനന്ദാണ് മരിച്ചത്. വരന്തരപ്പിള്ളി പൗണ്ടിൽ കീറിയൊട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ബേക്കറി അടിച്ചു തകർത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പിള്ളി വെട്ടിങ്ങപ്പാടം ഇല്ലിക്കൽ ജോയിയാണ് അറസ്റ്റിലായത്. ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ചിത്രഭംഗി നൽകി പ്രിയ കവിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ജന്മനാട്ടിലെ വിദ്യാലയം. കവിയുടെ പേരിലുള്ള കൊടുങ്ങല്ലൂർ PBM GHS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ ചുവരുകളെ കവിത പോലെ സുന്ദരമാക്കിയത്. വാർത്തകൾ വിശദമായി. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്തെ ടാറിംഗ് മാലിന്യ കൂമ്പാരത്തിൽ ബൈക്ക് ഇടിച്ചു മറിഞ്ഞ് യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം തിരൂർ സ്വദേശി പുഴക്കുന്നത്ത് വീട്ടിൽ 28 വയസ്സുള്ള അഭിനന്ദാണ് മരിച്ചത്. പുതുക്കാട് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് വടക്കേ തുറവിലുള്ള താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട ടാറിംഗ് മാലിന്യത്തിൽ ബൈക്കിടിച്ച് ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ബൈക്കിന് പുറകിലിരുന്ന അഭിനന്ദിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭിനന്ദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കെ-ഫോൺ കരാർ കമ്പനിയുടെ തൃശൂർ സൂപ്പർവൈസറാണ് മരിച്ച അഭിനന്ദ്. പുതുക്കാട് വടക്കേ തുറവിലുള്ള വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണിക്കായി നീക്കം ചെയ്ത ടാറിംഗ് മാലിന്യമാണ് പുതുക്കാട് ഭാഗത്ത് കൂട്ടിയിട്ടിരുന്നത്. ദേശീയപാതയോട് ചേർന്ന് കൂട്ടിയിട്ട ഈ മാലിന്യത്തിലാണ് ബൈക്ക് ഇടിച്ചു മറിഞ്ഞത്. വെളിച്ചക്കുറവുള്ള ഈ ഭാഗത്ത് മാലിന്യം നിക്ഷേപിച്ചത് അധികൃതരുടെ അനാസ്ഥയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തൊഴിലാളികളെ എത്തിച്ച് ടാറിംഗ് മാലിന്യ കൂമ്പാരം നിരത്തിയിട്ടു. അപകടത്തെ തുടർന്ന് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. വരന്തരപ്പിള്ളി പൗണ്ടിൽ കീറിയൊട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ബേക്കറി അടിച്ചു തകർത്ത ആളെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പിള്ളി വെട്ടിങ്ങപ്പാടം സ്വദേശി ഇല്ലിക്കൽ വീട്ടിൽ 56 വയസ്സുള്ള ജോയിയാണ് അറസ്റ്റിലായത്. പൗണ്ട് സെന്ററിൽ പ്രവർത്തിക്കുന്ന ശങ്കര സ്നാക്സ് എന്ന കടയിലാണ് ഇയാൾ ആക്രമണം നടത്തിയത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. 70 രൂപയുടെ സാധനങ്ങളാണ് ഇയാൾ വാങ്ങിയത്. ഇതിനായി നൽകിയ നോട്ടുകളിൽ ഉണ്ടായിരുന്ന 50 രൂപ നോട്ട് കീറിയൊട്ടിച്ച നിലയിലായിരുന്നു. ഈ രൂപ എടുക്കില്ലെന്നും മാറ്റി നൽകണമെന്നും കടയുടമ പറഞ്ഞതോടെ കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ എടുക്കാതെ ഇയാൾ മടങ്ങുകയായിരുന്നു. പിന്നീട് 2 മണിക്കൂറിനു ശേഷം മദ്യലഹരിയിലെത്തിയ ഇയാൾ കടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ചില്ലലമാരകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. ആക്രമണ ദൃശ്യങ്ങൾ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഏകദേശം 4 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. കടയുടമ മണ്ണുത്തി സ്വദേശി വേങ്ങത്താനത്തിൽ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, വെള്ളിക്കുളങ്ങര. ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ചിത്രഭംഗി നൽകി പ്രിയ കവിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് ജന്മനാട്ടിലെ വിദ്യാലയം. കവിയുടെ പേരിലുള്ള കൊടുങ്ങല്ലൂർ PBM GHS സ്കൂളിലെ ചിത്രകലാധ്യാപിക പ്രിയയുടെ നേതൃത്വത്തിൽ 20ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് സ്കൂൾ ചുവരുകളെ കവിത പോലെ സുന്ദരമാക്കിയത്. 3 ചുവരുകളിലായി പ്രിയ കവിയുടെ കവിതകളുടെയും സിനിമാ ഗാനങ്ങളുടെയും ചിത്രാവിഷ്കാരം ഒരുക്കിയിരിക്കുകയാണിവിടെ. ആദ്യ വിദ്യാലയം, മഴമുകിൽ, പെൺകൊടി എന്നീ കവിതകളുടെ ചിത്രാവിഷ്കാരങ്ങളും ഭാസ്കരൻ മാഷിന്റെ തെരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങളുടെ വരികളുമാണ് വിദ്യാലയ ചുവരുകൾക്ക് അഴക് പകരുന്നത്. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ചിത്രരചനയിൽ പങ്കാളികളായത്. P. ഭാസ്കരൻ എന്ന കൊടുങ്ങല്ലൂരിന്റെ അഭിമാനത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ചിത്രരചനയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചിത്രകലാധ്യാപികയായ പ്രിയ പറഞ്ഞു. കുട്ടികൾക്ക് ആദ്യം മാസ്റ്റർ കവിതകളെ പരിചയപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് അവർ ചിത്രങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ പഠിച്ചു. ആ ചിത്രങ്ങളെ അവർ ഒരു ചുമരിൻ്റെ ഒരു പ്രതലം കൊടുത്തിട്ട് അതിലേക്ക് അവർ വരയ്ക്കുക ചെയ്തത്. ചിത്രങ്ങളെല്ലാം അവരുടെ ഇമാജിനേഷനിൽ നിന്ന് തന്നെ എടുത്തതാണ്. വരകളും വരികളും കൂടി ആയിരുന്നു ഈ 3 ചുമരുകളും ചെയ്തത്. ഒരു ചുമരിലാണെങ്കിൽ കുട്ടികൾ മാസ്റ്റർ പാട്ടുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് വരകൾ കുറച്ചിട്ട് വരികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്തത്. 2 ചുമരിലായിട്ട് ഒന്നിൽ ആദ്യ വിദ്യാലയം എന്നുള്ള കവിതയെ ആസ്പദമാക്കി വരച്ചു, ഒന്നിൽ മഴമുകിൽ പെൺകൊടി എന്നുള്ള കവിതയെ ആസ്പദമാക്കി വരച്ചു. ഒരു 20ഓളം കുട്ടികൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു 3 ആഴ്ച കൊണ്ട് ഒരാഴ്ച എടുത്തിട്ടുണ്ട് ഒരു ചിത്രം വരച്ച് തീർക്കാനായിട്ട്.
ഈ അധ്യയന വർഷത്തിലേക്ക് SCERT തയ്യാറാക്കിയ 5ാം ക്ലാസ്സിലെ ചിത്രകലാ പഠന പുസ്തകത്തിന്റെ മുഖചിത്രം തയ്യാറാക്കിയത് പ്രിയ ടീച്ചറുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി GMR സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ടീച്ചർ ആദ്യം ഞങ്ങൾക്ക് വരയ്ക്കാന്ന് പറഞ്ഞ് വിഭാസ്കറിൻ്റെ ആദ്യ വിദ്യാലയം എന്ന് പറഞ്ഞാൽ കവിത നമ്മുടെ സ്കൂളിൽ വരയ്ക്കാന്ന് പറഞ്ഞാൽ ആദ്യം എന്നിട്ട് ഞാൻ കവിതയിലുള്ളതെല്ലാം എഴുതിയെടുത്ത് ഞങ്ങൾക്ക് അതിലുള്ളതെല്ലാം വരച്ചാണ് ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരച്ചു തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴും കുട്ടികളുണ്ടായിരുന്നു വരയ്ക്കാൻ 3 ചിത്രം. തദ്ദേശ വാർഡ് വിഭജനം സംബന്ധിച്ച് ബുധനാഴ്ച വരെ പരാതി നൽകാം. പഞ്ചായത്തുകൾ, നഗരസഭകൾ, കോർപ്പറേഷനുകൾ എന്നിവയുടെ കരട് വാർഡ് വിഭജനം സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കുന്ന സമയപരിധി ഡിസംബർ 4 വൈകിട്ട് 5 വരെയായി നീട്ടി. പരാതികളും നിർദ്ദേശങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാൽ വഴിയോ നൽകാം. കൂടാതെ വെബ്സൈറ്റിലും അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് ഓഫീസുകളിലും കരട് വാർഡ് വിഭജന നിർദ്ദേശങ്ങൾ പരിശോധനയ്ക്ക് ലഭിക്കും. ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കുള്ള പരാതികൾ സെക്രട്ടറി, ഡീലിമിറ്റേഷൻ കമ്മീഷൻ, കോർപ്പറേഷൻ ബിൽഡിംഗ്, 4ാം നില, വികാസ് ഭവൻ PO, തിരുവനന്തപുരം. ഫോൺ 0471 233 5030 എന്ന വിലാസത്തിലാണ് നൽകേണ്ടത്. വാർഡ് വിഭജന പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ സ്വീകരിക്കില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളും അന്വേഷണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിക്ക് അയക്കണം. മേൽവിലാസം: സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ്, ജനഹിതം, വികാസ് ഭവൻ PO 695-033, തിരുവനന്തപുരം. ഫോൺ 0471 232 8158. BJPയിലേക്ക് ചേക്കേറുന്നവരെ കണ്ട് സന്തോഷിക്കുകയും BJPയിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ പൊട്ടിക്കരയുകയും ചെയ്യുന്ന പ്രത്യേക മാനസികാവസ്ഥയിലാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം CPM എന്ന് ബെന്നി ബെഹനാൻ MP. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ സജ്ജമാക്കുന്നതിനായി എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച മിഷൻ 2025 നേതൃപരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് കോൺഗ്രസിന്റെ വിജയം ന്യൂനപക്ഷ വർഗീയ കക്ഷികൾക്ക് തീരെഴുതി കൊടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. മോദി, പിണറായി സർക്കാരുകളോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് ചർച്ച ചെയ്യാതിരിക്കാനാണ് CPM BJPയും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ അവലോകന സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു. KPCC സെക്രട്ടറി KP നൌഷാദ് അലി പഠന ക്ലാസ് നയിച്ചു. KPCC അംഗം MK അബ്ദുൾ സലാം, DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, TM നാസർ, MA ജബ്ബാർ, UDF കൺവീനർ PS മുജീബ് റഹ്മാൻ, ക്യാമ്പ് ഡയറക്ടർ EK സോമൻ, ക്യാമ്പ് കോർഡിനേറ്റർമാരായ PK മുഹമ്മദ്, CA റഷീദ്, CP തമ്പി, മണ്ഡലം പ്രസിഡന്റുമാരായ KM സാദത്ത്, EK സജീവൻ, PA മുഹമ്മദ് സഗീർ, ബഷീർ കൊണ്ടാമ്പിള്ളി, ഇസാബിൻ അബ്ദുൽ കരീം, KR നിധീഷ് കുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം, നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ, KSU സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ്, ഹസീന റിയാസ്, ഷീബ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. 3ാം ക്ലാസ്സുകാരന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ റീൽസ് സമൂഹ മാധ്യമം വഴി പങ്കുവെച്ച് മന്ത്രി V ശിവൻകുട്ടി. കൊടകര ആലത്തൂർ ALP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീറാമിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഫേസ്ബുക്ക് വഴി പങ്കുവച്ചത്. ഭിന്നശേഷിക്കാരനായ ശ്രീറാമിന്റെ പിറന്നാൾ ആഘോഷത്തിന് ഇത്തവണ ക്ലാസ്സിലെ കൂട്ടുകാരും അധ്യാപകനും കൊടകരയിലെ വീട്ടിൽ എത്തിയിരുന്നു. ശനിയാഴ്ചയായിരുന്നു പിറന്നാൾ ആഘോഷം. പിറന്നാളിന് കേക്ക് മുറിക്കുന്നതിനും മധുരം പങ്കുവയ്ക്കുന്നതുമായ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും എഡിറ്റ് ചെയ്തതും സമൂഹമാധ്യമം വഴി പങ്കുവച്ചതും അധ്യാപകനായ ഹൃതിക് തമ്പി തന്നെയായിരുന്നു. ഇതിനോടകം തന്നെ നിരവധി പ്രമുഖരാണ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചത്. കൊടകര നോബിൾ നഗർ സ്വദേശിയായ കുണ്ടനി വീട്ടിൽ സുനിൽകുമാറിന്റെയും സിമിയുടെയും മകനാണ്. വയനാട് ദുരന്ത ബാധിതരോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കിസാൻ സഭ മാള കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റികൾ പ്രതിഷേധ ധർണ നടത്തി. മാള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു നയാ പൈസ പോലും തരാത്ത സാഹചര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു നയാ പൈസ പോലും തരാതെ നിന്ന സാഹചര്യങ്ങൾ പ്രളയ സമയത്തും കോവിഡ് സമയത്തുമൊക്കെ തന്നെ നമ്മൾ അനുഭവിക്കുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പോലും മോദി സർക്കാർ ഇന്നത്തെ ഈ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ടും
അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ GSTയുടെ വിഹിതവും അതുപോലെ തന്നെ നികുതിയുടെ വിഹിതവും ഉൾപ്പെടെ വികസന കാര്യങ്ങളായിട്ടുള്ള എല്ലാ മേഖലയിലും, പശ്ചാത്തല മേഖലയിലും, ആരോഗ്യ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലും നൽകേണ്ടതായിട്ടുള്ള ഒരു നയാ പൈസ പോലും ഈ കേരളത്തിലേക്ക് തരാതെ സാമ്പത്തികപരമായിട്ടുള്ള അടിമത്തത്തിലൂടെ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് കേരള ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കുന്ന, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കുന്ന നയപരിപാടികളുമായിട്ട് തന്നെയാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാള മണ്ഡലം പ്രസിഡന്റ് PF ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ മാള സെക്രട്ടറി സുരേഷ് കോച്ചേരി, CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, കിസാൻ സഭ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സുനന്ദ രാജൻ, ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്തെ ടാറിംഗ് മാലിന്യ കൂമ്പാരത്തിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം തിരൂർ പുഴക്കുന്നത്ത് അഭിനന്ദാണ് മരിച്ചത്. വരന്തരപ്പിള്ളി പൗണ്ടിൽ കീറിയൊട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ബേക്കറി അടിച്ചു തകർത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പിള്ളി വെട്ടിങ്ങപ്പാടം ഇല്ലിക്കൽ ജോയിയാണ് അറസ്റ്റിലായത്. ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് ചിത്രഭംഗി നൽകി പ്രിയ കവിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ജന്മനാട്ടിലെ വിദ്യാലയം. കവിയുടെ പേരിലുള്ള കൊടുങ്ങല്ലൂർ PBM GHS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂൾ ചുവരുകളെ കവിത പോലെ സുന്ദരമാക്കിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.